ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്ന പുതിയ സീരീസിന്റെ പേരാണ് പുട്ട് യുവർ ഹെഡ് ഓൺ മൈ ഷോൾഡർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതപ്പെട്ട എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നൊരു ഡ്രാമയാണ് കേട്ടോ. ഇതിനകത്തുള്ള കപ്പിൾസ് എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഇവരുടെ ലവ് സ്റ്റോറിയും ക്യൂട്ടാണ്. അപ്പം പിന്നെ വെച്ച് താമസിപ്പിക്കാണ്ട് നമുക്ക് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു ഉറങ്ങുന്ന പെൺകുട്ടീനെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അവളത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതും ഫോണാണെങ്കിൽ താഴെ വന്നങ്ങ് വീഴും. അവളങ്ങനെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. ഫോണിന്റെ സ്ക്രീൻ ആണെങ്കിൽ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ വിളിച്ചിരിക്കുന്നത് തന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഫൂപ്പയാണ്. അവനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, ഞാൻ പുറത്ത് നിൽപ്പുണ്ട്, നിന്നെ കോളേജിൽ കൊണ്ടാക്കാനെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ നായികയ്ക്ക് ഭയങ്കര സന്തോഷവും. അവൾ വേഗം തന്നെ റെഡിയായി പുറത്തോട്ട് ഇറങ്ങി ഓടും. ആ സമയത്ത് അവളെ പറ്റി തന്നെ പറയും, അവളുടെ പേര് സീറ്റുമോ എന്നാണ്. എല്ലാവരും അവിടെ മോമോ എന്നാ വിളിക്കുന്നത്. ഇപ്പൊ പുറത്ത് വന്ന് നിൽക്കുന്നത് ഫൂപ്പെ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൾ അക്കൗണ്ടൻസിയിൽ സീനിയർ സ്റ്റുഡന്റ് ആണ് എന്നൊക്കെ. എന്നാൽ അവൾക്കാണെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഫീൽഡിലാണ് കുറച്ച് ഇൻട്രസ്റ്റ്. അവൾ പറയും, ഞാൻ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് തന്നെ എൻ്റെ പേരൻസിനെ കാരണമായെന്ന്. അങ്ങനെ നമ്മളുടെ മോമോയാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുന്നതും അവിടെയായിട്ട് ഫൂപ്പയെ നിൽപ്പുണ്ട്. അവരാണെങ്കിൽ ഇപ്പോൾ അവളെ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനാണ് വന്നേക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി സൈക്കിളിലായിട്ട് പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഫൂപ്പയുടെ സൈക്കിളില്ലേ, അതാണെങ്കിൽ ഗുവ എന്ന് പറയുന്ന ഒരു ചെറുക്കൻ്റെ സൈക്കിളുമായിട്ട് ഇടിച്ചിട്ട് 3 പേരും താഴേക്ക് വീഴും. ഈ ഗുവയാണെങ്കിൽ നമ്മളുടെ മോമോനെ ഒന്ന് ശ്രദ്ധിക്കും, എങ്കിലും അവൻ വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കത്തില്ല. മോമോയുടെ ഡ്രസ്സാണെങ്കിൽ ആ സൈക്കിളിനകത്ത് കുരുങ്ങിയിരിക്കുമായിരുന്നു. വേഗം തന്നെ ഗുവൈ വന്നിട്ട് ആ ഡ്രസ്സ് എടുത്തങ്ങ് പിടിച്ച് മാറ്റിയിട്ട് അവൻ്റെ ബാഗ് കൊടുത്ത് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോകും. അങ്ങനെ അവസാനം മോമോയും ഫൂപ്പയും കൂടി വീണ്ടും ആ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് സൈക്കിൾ എടുത്ത് പോകാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരാണെങ്കിൽ ആ ഇന്റർവ്യൂ ഹോളിലായിട്ട് വന്നിരിക്കുന്നതാണ്. അവിടെ നമ്മളുടെ മോമോ നല്ല നെർവസ് ആയിരുന്നു. അതേസമയം തന്നെ ഫൂപ്പയ്ക്ക് അവൻ്റെ ഫ്രണ്ടിൻ്റെ കോൾ വരും. അതും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ആദ്യമേ ഫൂപ്പെ പറ്റത്തില്ല എന്ന് പറയുമെങ്കിലും അവൻ്റെ ഫ്രണ്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അവസാനം ഫൂപ്പെ വന്നിട്ട് നമ്മളുടെ മോമോ എടുത്ത് ഇക്കാര്യം പറയും. ഇത് കേൾക്കുന്ന അവൾ സമ്മതിക്കും. അവൾ പറയും, നീ പൊക്കോ എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൂപ്പെ എല്ലാ തവണയും ഇവളെടുത്ത് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ഗുവൈനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലായിട്ട് വന്നേക്കുവാ. അവനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് നടക്കാൻ പോകുന്നത്. അതായത് അവിടുത്തെ ഒരു ഫേമസ് പ്രൊഫസറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പോലത്തെ ഒരു എക്സാം. നമ്മളുടെ ഗുവയാണെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ബാഗ് ഓപ്പൺ ചെയ്ത് സാധനങ്ങളെടുത്ത് പുറത്ത് വയ്ക്കുന്നത് അവൻ ആദ്യമേ എടുക്കുന്നത് തന്നെ സാനിറ്ററി പാഡായിരുന്നു. ഇത് കണ്ടിട്ട് ഗുവൈ ഭയങ്കര ഷോക്കായി പോവും. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആക്സിഡന്റ് നടന്ന സമയത്ത് നമ്മളുടെ ഗുവൈ എടുത്തുകൊണ്ടുവന്ന ബാഗ് മാറിപ്പോയായിരുന്നു. അത് മോമോയുടെ ബാഗായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ മോമോനെ കാണിക്കും. അവളിപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുവല്ലേ. അവിടെ ഇരിക്കുന്ന ഇന്റർവ്യൂസ് ആണെങ്കിൽ നമ്മളുടെ മോമോയുടെ അടുത്ത് അവളുടെ ഇൻട്രസ്റ്റിനെ പറ്റിയൊക്കെ ചോദിക്കും. കൂട്ടത്തിൽ തന്നെ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാനും പറയും. അങ്ങനെ അവളുടെ ഫയൽ തപ്പാന്ന് എഴുതാൻ മനസ്സിലാവുന്ന ബാഗ് മാറിപ്പോയ കാര്യം. ഇവളക്കാര്യം ആ ഇന്റർവ്യൂറിൻ്റെ അടുത്ത് പറയും. അവർ വിചാരിക്കും മോമോ ഭയങ്കര കെയർലെസ് ആണെന്ന് പറഞ്ഞിട്ട് അവളെ ആ ഇന്റർവ്യൂ അങ്ങ് റിജക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ ഗുവയ്ക്കും ഇപ്പം ആ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല. അവനും ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ടിറങ്ങും. അതേസമയം തന്നെ നമ്മുടെ മോമോയുടെ ഫ്രണ്ടായിട്ടുള്ള ഫൂപ്പയില്ലേ, അവനാണെങ്കിൽ നമ്മളുടെ മോമോയുടെ മൊബൈലിലായിട്ട് വിളിക്കും. ഇപ്പോൾ ആ മൊബൈലാണെങ്കിൽ അവളുടെ ബാഗിനകത്തല്ലേ. അങ്ങനെ നമ്മളുടെ ഈ ഗുവയാണെങ്കിൽ ആ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഫൂപ്പയാണെങ്കിൽ ഒരു മീഡിയേറ്ററിനെ പോലെ നിന്നിട്ട് നമ്മുടെ ഈ ഗുവയിനെയും അതേപോലെ തന്നെ മോമോയിനെയും വിളിച്ചുകൊണ്ട് വരുന്നതാണ്. അങ്ങനെ ഇവർ 3 പേരോട് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ ഫൂപ്പെ പറഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത്. അതായത് ഗുവയാണെങ്കിൽ ഒരു ജീനിയസ് ആണ്, പോരാത്തതിന് അവൻ്റെ റൂംമേറ്റും ആണ്. അങ്ങനെ ഒരു ബന്ധം ഇവർക്കിടയിലുണ്ട്. അങ്ങനെ നമ്മളുടെ ഈ ഗുവയും മോമോയും പരസ്പരം ബാഗ് എക്സ്ചേഞ്ച് ചെയ്യും. ഗുവയാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ ബാഗ് ഓപ്പൺ ചെയ്ത് എല്ലാം ഉണ്ടോ എന്ന് നോക്കും. ഇത് കാണുന്നത് നമ്മളുടെ ഫൂപ്പയും അതേപോലെ തന്നെ മോമോയും ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ മോമോയും അവളുടെ ബാഗൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അതിനകത്ത് അവളുടെ സാനിറ്ററി പാഡ് കാണുന്നില്ലായിരുന്നു. അവൾ വേഗം തന്നെ നോക്കിയിട്ട് പറയും, എങ്കിലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ നമ്മളുടെ ഗുവ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഉടനെ തന്നെ ഫൂപ്പെ ചോദിക്കും, എന്ത് പറ്റിയെന്ന്. അപ്പോൾ നമ്മളുടെ മോമോ പറയാനായിട്ട് തുടങ്ങും, അത് പെൺകുട്ടികൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അത് ഇതിനകത്തില്ല എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഗുവയെ ചോദിക്കും, അത് വെച്ചിട്ട് ഞാൻ എന്തോ ചെയ്യാനാ എന്ന്. അപ്പോൾ നമ്മളുടെ മോമയെ ഭയങ്കര ഫണ്ണി ആയിട്ട് അവനെ നോക്കിയിട്ട് പറയും, എങ്കിൽ പിന്നെ എനിക്കിതങ്ങ് താ. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഗുവയാണെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് നാണം കെട്ടുപോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മോമോ അവളുടെ ഹോസ്റ്റലായിട്ട് വരുന്നതാണ്. അവിടെ അവളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ മോമോ ഭയങ്കര സന്തോഷത്തില്ല. അപ്പോൾ അവളുടെ ഫ്രണ്ട് ചോദിക്കും, എന്ത് പറ്റിയെന്ന്. അങ്ങനെ നമ്മളുടെ മോമോ പറയും, ഞാൻ ഇന്നൊരു അമേസിങ് ഒരു ചെറുക്കനെ കണ്ടായിരുന്നു, അവൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ചിരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ മോമോ ക്ലാസ്സിലായിട്ട് വന്നിരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ കമ്പ്യൂട്ടർ ചീത്തയായിട്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവരാണെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിക്കും. എന്നാൽ ടെക്നീഷ്യന് പകരമായിട്ട് അവിടേക്ക് എത്തുന്നത് നമ്മളുടെ ഈ ഗുവയായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര ഇന്റലിജന്റ് ആയതുകൊണ്ട് തന്നെ അവൻ ആ കമ്പ്യൂട്ടർ നേരെയാക്കാൻ നോക്കും. എല്ലാ പെൺകുട്ടികളും ഇവനെ നോക്കിയിട്ട് തന്നെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്ത് സുന്ദരനാ, അവൻ
അവൻ ഭയങ്കര ജെന്റിൽമാനാ എന്നൊക്കെ. അങ്ങനെ അവൻ അത് ശരിയായിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടേക്ക് ടെക്നീഷ്യൻ വരും. ആ സമയമായപ്പോഴത്തേക്ക് അവനതെല്ലാം നേരെയാക്കിയായിരുന്നു. എന്നിട്ട് ഗൂവൈ നേരെ നടന്നു വരുന്ന നമ്മുടെ മോമോയുടെ അടുത്തോട്ടാ. അവളിത് കാണുന്നതിന് ഭയങ്കര സർപ്രൈസിങ്ങിലേ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗൂവയാണെങ്കിൽ മോമോയുടെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും, നിന്റെ സീറ്റിൻ്റെ അടുത്തിരിക്കുന്ന കീ എനിക്ക് വേണം, അത് എൻ്റെതാ എന്ന്. അങ്ങനെ അവൾ അതെടുത്ത് അങ്ങ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ഗൂവയാണെങ്കിൽ അവൻ്റെ ലാബിലായിട്ട് വരുന്നതും അവിടുത്തെ പ്രൊഫസർ ആണെങ്കിൽ നമ്മുടെ ഗൂവേനെ നല്ലതുപോലെ വഴക്ക് പറയും. അതായത് അവൻ ആ എക്സാം അറ്റൻഡ് ചെയ്യാഞ്ഞേല്. എന്നിട്ടാണെങ്കിൽ ആ സാറ് പറയും, നീ എന്തായിരുന്നാലും ആ പ്രൊഫസറിനെ കണ്ടെന്ന് സംസാരിക്കുക, അദ്ദേഹം നിനക്ക് ഒരു ചാൻസ് കൂടി തരുമെന്ന്. എന്നാൽ നമ്മളുടെ ഗുവയാണെങ്കിൽ ഭയങ്കര അഭിമാനിയാണ്. അവൻ പറയും, പറ്റത്തില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എഴുതിയില്ലല്ലോ, അതുകൊണ്ട് എനിക്കിനി താല്പര്യമില്ല എന്ന്. എന്നാലും ആ സാറാണെങ്കിൽ നമ്മുടെ ഗുവേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവനാണെങ്കിൽ അതൊന്നും കേൾക്കുന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മോമോനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഫൂപ്പയുടെ കൂടെ ആയിരുന്നു. അവിടെ അവൾ പറയും, അതായത് അവൾക്ക് വീണ്ടും ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ ഫൂപ്പയെ പറയും, ഇത്തവണ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെ കാണുമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മോമോയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ വരുന്നത് മൊബൈൽ ശരിയാക്കുന്ന ഒരു കടയിലായിട്ടാണ്. അതാണെങ്കിൽ സ്കൂളിൻ്റെ അകത്ത് തന്നെ ഉള്ളതാ. അവിടേക്ക് അവൾ എത്തുന്നതും അവിടെ നമ്മുടെ ഗൂവയും ഉണ്ടായിരുന്നു. അവനും അവൻ്റെ മൊബൈലിന് എന്തോ ഇഷ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. അവിടുത്തെ പെണ്ണാണെങ്കിൽ പറയും, ഇവിടുത്തെ ടെക്നീഷ്യൻ വരാൻ കുറച്ച് ലേറ്റ് ആവും, നിങ്ങൾ വെയിറ്റ് ചെയ്യണോ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഈ ഗൂവയെ പറയും, നിങ്ങൾ എനിക്ക് അത് നേരെയാക്കാനുള്ള എല്ലാം തന്നാൽ മതി, ഞാൻ തന്നെ ചെയ്തോളാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മോമോ ഭയങ്കര ഷോക്കായി പോവും. ഇവൻ ഭയങ്കര നിസ്സാരമായിട്ട് അവൻ്റെ മൊബൈലൊക്കെ നേരെയാക്കും. എന്നിട്ട് അവസാനം നമ്മളുടെ മോമോയുടെ മൊബൈൽ ചോദിക്കും. ഇത് കാണുന്നേ മോമോ ഭയങ്കര ഷോക്കായി പോവും. അവളത് കൊടുക്കണോ വേണ്ടെന്ന് ആലോചിച്ച് വയ്ക്കും. എങ്കിലും അവസാനം അവൾ ആ മൊബൈൽ കൊടുക്കും. നമ്മുടെ ഈ ഗുവയാണെങ്കിൽ അവളുടെ മൊബൈൽ നേരെയാക്കി കൊടുക്കും. ആ ടെക്നിക്കൽ ഷോപ്പിലെ പെണ്ണും നമ്മുടെ ഗുവയെ കണ്ടിട്ട് ഫ്ലാറ്റ് ആയിരുന്നു. അവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് നമ്പറൊക്കെ ചോദിക്കും. എന്നാൽ അവൻ അതൊന്നും കൊടുക്കാൻ റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ മോമോയാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതാണ്. അവളാണെങ്കിൽ ഫൂപ്പേനെ ഒരുപാട് വിളിക്കും. എന്നാൽ അവൻ ഫോണൊന്നും എടുക്കത്തില്ല. അവസാനം മോമോയാണെങ്കിൽ തനിച്ച് തന്നെ ആ ഇന്റർവ്യൂവിൻ്റെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അതാണെങ്കിൽ ആളും പേരും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മളുടെ മോമോയാണെങ്കിൽ നല്ലതുപോലെ പേടിച്ചു പോവും. പോരാത്തതിന് അവിടെ ഒറ്റ മനുഷ്യനും ഇല്ല. 2 കള്ളന്മാർ വന്നിട്ട് നമ്മുടെ മോമോയുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോവും. ആ കൂട്ടത്തിൽ അവൾ നല്ലതുപോലെ വീണിട്ട് പരിക്കും പറ്റും. അവളുടെ കയ്യിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ. അവളങ്ങനെ വേഗം ഫൂപ്പേനെ വിളിക്കും. എന്നാൽ അവൻ ഇപ്പോഴും ഫോൺ എടുക്കത്തില്ല. അവസാനം കോൾ അറ്റൻഡ് ചെയ്യുന്ന വേറെ ആരുമല്ല, നമ്മുടെ ഗൂവയായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കും, ഫൂപ്പ എവിടെ പോയെന്ന്. അപ്പോൾ അവൻ പറയും, ഫൂപ്പേനെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കോൾ എടുത്തത് എന്ന്. നമ്മുടെ മോമയാണെങ്കിൽ പറയും, അവനെ എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്തോട്ട് പറഞ്ഞു വിടണേ എന്ന്. പെട്ടെന്ന് തന്നെ അവളുടെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആയി പോവും. ഗൂവയാണെങ്കിൽ ഫൂപ്പേനെ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവനെ കിട്ടാത്തതുകൊണ്ട് തന്നെ അവസാനം നമ്മുടെ ഗൂവ ഡയറക്റ്റ് മോമോനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തായിട്ട് വരും. ഇത് കാണുന്നേ മോമോ ഭയങ്കര ഷോക്കായി പോയായിരുന്നു. അങ്ങനെ നമ്മുടെ ഗുവയാണെങ്കിൽ ഇവളെ നല്ല പതുക്കെ പിടിച്ച് ഒരു കാറിലായിട്ട് കയറ്റിയിരുത്തും. എന്നിട്ട് നമ്മുടെ മോമോയുടെ കയ്യിൽ മുറിവൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ ഒക്കെ എടുക്കും. എന്നിട്ട് ആ ഡ്രൈവറുടെ അടുത്ത് പറയും, നേരെ ഹോസ്പിറ്റലിലോട്ട് വണ്ടി വിട്ടോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമോ പറയും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, ഞാൻ നല്ല ഓക്കെയാ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഈ ഗുവയാണെങ്കിൽ പറയാൻ തുടങ്ങും, അവനാണെങ്കിൽ ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ പറയും, നിന്റെ ഈ മുറിവിനകത്ത് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നിന്റെ ശരീരത്തിനകത്ത് കയറിയിട്ട് അവസാനം അത് വലിയ പ്രശ്നമോ, അവസാനം നിന്റെ കൈ തന്നെ മുറിച്ച് കളയേണ്ടതായിട്ട് വരും. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമോ ഭയങ്കരമായിട്ടും പേടിച്ചു. അവസാനം ഇവളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നവർ ഹോസ്പിറ്റലിൽ വരുന്ന അവിടെയാണെങ്കിൽ ഗുവയാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് ഒരു വീൽ ചെയർ ഒക്കെ എടുത്തിട്ട് വരും. നമ്മുടെ മോമോയ്ക്കാണെങ്കിൽ അത്ര വലിയ മുറിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവക്കാണെങ്കിൽ ഭയങ്കര നാണക്കേടാ ഫീൽ ചെയ്യുന്നത് ആ വീൽ ചെയറിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ഗുവയാണെങ്കിൽ വിടുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. അവൻ പറയും, ഇതിലിരുന്നേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ ഇവളെ കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് വരും. ഡോക്ടറാണെങ്കിൽ ഇത് കാണുന്നേ വിചാരിക്കും ഇവക്ക് എന്തോ വലിയ പരിക്ക് പറ്റിയെന്ന്. എന്നാൽ നമ്മുടെ മോമയാണെങ്കിൽ അവിടെ സത്യമെല്ലാം പറയും. ഇത് കേൾക്കുന്ന ഡോക്ടർ ചിരിച്ചിട്ട് പറയും, എന്തൊക്കെയായിരുന്നാലും നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ നല്ലതുപോലെ കെയർ ചെയ്യുന്നത് അവൻ നല്ലതാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമോയ്ക്ക് ഭയങ്കര ചിരി വരും. അങ്ങനെ ഡോക്ടറാണെങ്കിൽ മരുന്നെല്ലാം കൊടുത്തിട്ട് ഇവളെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെ ഇവര് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് അവിടേക്ക് ഫൂപ്പേ വരും. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, നീ പോയി മരുന്ന് വാങ്ങിയിട്ട് വാ എന്ന്. ഗൂവയെ അവളെയും കൊണ്ട് പുറത്തോട്ട് വരാനായിട്ട് ഇറങ്ങും. ആ സമയത്ത് നമ്മളുടെ മോമോ വിചാരിക്കും, എന്നാലും ഗൂവ എൻ്റെ അടുത്ത് എന്തിനാണ് ഇത്രയും കെയറിങ് കാണിക്കുന്നേ എന്ന്. പിന്നീട് നമുക്ക് കാണിക്കുന്ന പാസിലെ ഒരു സീനാണ്. അവിടെ നമ്മുടെ ഗുവയാണെങ്കിൽ മോമോയ്ക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുക. എന്നാൽ അവനാണെങ്കിൽ വലിയ കാര്യത്തിൽ വരുമെങ്കിലും അവന് ഭയങ്കര നാണക്കേട് തോന്നിയിട്ട് അവൻ അവിടെ നിന്ന് പാഡ് വാങ്ങിക്കാണ്ടാ തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മോമോയാണെങ്കിൽ അവളുടെ ഹോസ്റ്റലിലായിട്ടിരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാം നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അതായത് അവളെയാണെങ്കിൽ ഏഞ്ചലിനെ പോലത്തെ ഒരു ചെറുക്കൻ രക്ഷിക്കാൻ വന്നിരുന്നു എന്ന്. ഇവിടെ നമ്മുടെ മോമോയ്ക്കാണെങ്കിൽ ഗുവയുടെ പേരറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗുവയിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ലാബിലായിട്ട് വരുന്നതും അവൻ്റെ ആ സാറ് വന്നിട്ട് വീണ്ടും പറയും, എടാ നീ ഒന്നുകൂടി ആ പ്രൊഫസറിൻ്റെ അടുത്ത് സംസാരിക്കുകയെന്ന്. എന്നാൽ ഇത്തവണ നമ്മുടെ
നമ്മുടെ ഗുവയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മോമോയാണെങ്കിൽ ഫൂപ്പേനെ കാണാൻ വേണ്ടിയിട്ട് പ്ലേ ഗ്രൗണ്ടിലായിട്ട് വരുന്നതാണ്. അവിടെ എത്തുന്നത് നമുക്ക് പാസ്റ്റിലുള്ള ഒരു സീൻ കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടാണെങ്കിൽ നമ്മളുടെ മോമോ ഇവനെ കാണാൻ വന്ന സമയത്ത് ഇവൻ ഇവിടെ നോക്കിയിട്ട് പറയും, നമ്മൾ എന്തായിരുന്നാലും കോളേജിലാകുമ്പോൾ നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും എന്ന്. ഇത് ആലോചിച്ചിട്ട് നമ്മളുടെ മോമോ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ഇപ്പോൾ പ്രസന്റ് ടൈമിൽ ഫൂപ്പ എടുത്ത് വന്നിട്ട് പറയും, എനിക്ക് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഒരു ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേം ഫൂപ്പ അവളെടുത്ത് പറയും, എനിക്കാണെങ്കിൽ മാച്ച് ഉണ്ട്, നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമോ അങ്ങ് ഒരുമാതിരിയാവും. അവൾ വേഗം തന്നെ അവിടുന്ന് തിരിഞ്ഞങ്ങ് നടക്കും. എന്നാൽ ഫൂപ്പയാണെങ്കിൽ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അവന്റെ മൈൻഡിൽ വേറെ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മോമോയാണെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നയാ. അതേ സ്ഥലത്തായിട്ട് തന്നെ നമ്മുടെ ഗൂവയും വന്ന് നിൽക്കും. ഇവിടെ അവനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് തന്നെ നമ്മുടെ ഫൂപ്പയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂവനെ ഫൂപ്പയെ വിളിച്ചിട്ട് കാര്യം പറയുന്ന. ആദ്യമേ അവൻ പറ്റത്തില്ല എന്നാ പറയുന്നത്. പെട്ടെന്ന് തന്നെ ഫൂപ്പയെ പറയും, നീ അവളുടെ കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മിലിറ്ററിയുടെ ആ വീഡിയോ ഇല്ലേ അതിനെ ഞാനാണെങ്കിൽ പബ്ലിഷ് ആക്കും, പോയി കഴിഞ്ഞാൽ ഞാൻ അതിനെ ഡിലീറ്റ് ആക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഗുവയാണെങ്കിൽ മോമയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് തന്നെ റെഡി ആവുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവര് ബസ് കയറുന്നതാ. അവിടെ നമ്മുടെ മോമയാണെങ്കിൽ ഒരു സീറ്റിലായിട്ടിരിക്കുന്നേയും ഗുവയെ വേഗം തന്നെ പുറകിലത്തെ സീറ്റിലായിട്ട് വന്നങ്ങിരിക്കും. ഇത് കാണുന്ന നമ്മുടെ മോമയും വലിയ മൈൻഡൊന്നും കൊടുക്കത്തില്ല. അവള് വേഗം തന്നെ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ ആ ബസ്സിനകത്തായിട്ട് നമ്മുടെ ഗൂവയുടെ ഒരു പ്രൊഫസർ ഇല്ലേ അയാൾ കയറി വരും. ഇയാളെ കാണുന്ന നമ്മുടെ ഗൂവയെ പെട്ടെന്ന് തന്നെ ചാടി കയറി മോമയുടെ സീറ്റിലായിട്ട് വന്നിരുന്നിട്ട് അവളുടെ ഒരു ഹെഡ്സെറ്റ് എടുത്ത് അവന്റെ ചെവിയിലായിട്ട് വെക്കും. ഈ സാറാണെങ്കിൽ ഇവനെ കണ്ട് സംസാരിക്കാൻ വരുന്നതും അവൻ പറയും, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാനിപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുന്നേന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അവളാണെങ്കിൽ ആ സാറിന്റെ മുമ്പിലായിട്ട് അത് ശരിയാണെന്നുള്ള രീതിയിൽ തലയാട്ടി കാണിക്കും. ഈ സാറാണെങ്കിൽ നമ്മുടെ മോമോ എടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് ഇവൻ എക്സാം എഴുതാൻ പറ്റാഞ്ഞതും അവൻ ആ പ്രൊഫസറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞതും ഒക്കെ. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം എന്ന്. എന്നിട്ട് ആ സാറാണെങ്കിൽ പുറകിലത്തെ സീറ്റിൽ പോയി ഇരിക്കും. എന്നാൽ ഇവിടെ നമ്മളുടെ ഗുവയാണെങ്കിൽ മോമോ എടുത്തൊന്നും പ്രത്യേകിച്ച് പറയത്തില്ല. അവളാണെങ്കിൽ വിചാരിക്കും അവളെ കാരണമാണ് അവൻ ആ എക്സാം എഴുതാൻ പറ്റാഞ്ഞെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മോമോ നേരെ ആ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തായിട്ട് എത്തുന്നതാണ്. അവൾ അങ്ങനെ ആ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. അതേസമയം തന്നെ നമ്മുടെ ഗുവയാണെങ്കിൽ പുറത്ത് നിന്നിട്ട് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മളെ മോമോയും ഗുവയും കൂടി പുറത്തായിട്ട് വരും. അവിടെ നമ്മുടെ മോമയാണെങ്കിൽ ഗുവ എടുത്ത് താങ്ക് യു ഒക്കെ പറയും അവളുടെ കൂടെ വന്നേന്. അവളാണെങ്കിൽ അവന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് കൊണ്ടുവരും. അവരങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ നേരത്ത് 2-3 പിള്ളേർ വന്നിട്ട് നമ്മളുടെ ഗുവ എടുത്ത് ഒരു ഗെയിം കളിക്കുമെന്ന് ചോദിക്കും. അവനാണെങ്കിൽ അത് കളിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. എന്നാൽ ഈ പിള്ളേരാണെങ്കിൽ ആ സംഭവം കറക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പാതി വഴി വെച്ചിട്ട് അതെടുത്തിട്ട് അങ്ങ് പോകും. ഇത് കാണുന്നേ ഗുവയെ ഭയങ്കര ഷോക്കാവും. അവസാനം നമ്മളുടെ മോമോ വന്നിട്ട് പറയും, വിഷമിക്കേണ്ട, അവര് തന്നെയാ ജയിച്ചത്, നീ തോറ്റുപോയി എന്ന്. ഇവിടെ നമ്മളുടെ ഗുവയാണെങ്കിൽ മോമോയ്ക്ക് അതിന്റെ പിന്നിലുള്ള ഫിസിക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് കേൾക്കുന്നേ മോമോ ഷോക്കാവും. അവൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഫൂപ്പേനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. ആ സമയത്ത് തന്നെ അവിടേക്ക് നമ്മളുടെ ഗുവയെ കയറി വരും. അവന്റെ അടുത്ത് ഫൂപ്പയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ചോദിക്കും. എന്നിട്ട് അവസാനം അവൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താ മോമോ നല്ല സുന്ദരിയല്ലേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഗുവയാണെങ്കിൽ ഒന്നിരുന്ന് ആലോചിക്കും. അപ്പൊ നമുക്ക് പാസ്റ്റിലുള്ളൊരു സീൻ കാണിക്കും. അതായത് വരുന്ന വഴിയിൽ വെച്ചിട്ട് മോമോയാണെങ്കിൽ ഉറങ്ങി നമ്മളുടെ ഗുവയുടെ ഷോൾഡറിലായിട്ട് പലതവണ വീഴുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇവളെ പിടിച്ച് മാറ്റാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു. അവസാനം ഇവ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവന്റെ ഷോൾഡറിലായിട്ട് ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നമ്മുടെ മോമോനെ അവന്റെ ഷോൾഡറിൽ തലയച്ച് കിടക്കാൻ സമ്മതിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ഫൂപ്പെടുത്ത് പറയും, ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മോമോനെയാണ്. അവളാണെങ്കിൽ ഹോസ്റ്റലിൽ വന്നിട്ട് അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഗുവനെ പറ്റിയിട്ട് പറയും. ഇത്തവണ അവള് പേരൊന്നും ഇല്ലാണ്ടാ പറയുന്നത്. അവിടെയാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് ചോദിക്കും, നിനക്ക് ആ ചെറുക്കൻ്റെ പേര് അറിയത്തില്ലേ? അപ്പോൾ നമ്മളുടെ മോമോ പറയും, നിങ്ങൾക്ക് ചിലപ്പോൾ അവനെ അറിയണമെന്നില്ല, അവൻ്റെ പേര് ഗുവൈ എന്നാണ്. ഇത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ട്സ് പറയും, അയ്യോ അവൻ ഭയങ്കര ഫേമസാ, അവനാണെങ്കിൽ ഈ സ്കൂളിൻ്റെ തന്നെ ഭയങ്കര വലിയ ബുജിയാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മോമോ ഭയങ്കര ഷോക്കാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ മോമോ നേരെ വന്നിട്ട് അവൻ്റെ ആ സാറിനെ കാണുന്നതാണ്. ആ സാറാണെങ്കിൽ ആ പ്രൊഫസറിൻ്റെ അടുത്തോട്ട് നമ്മുടെ മോമോനെ കൊണ്ടുവരും. അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ആ പ്രൊഫസർ ആണെങ്കിൽ പറയും, ഓക്കെ ഞാൻ എന്തായിരുന്നാലും അവനൊരു അവസരം കൂടി തരാമെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കൊടുക്കും. നമ്മുടെ മോമോയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ അങ്ങനെ അതും കൊണ്ട് നേരെ വരുന്നത് ഫൂപ്പയുടെ അടുത്താണ്. എന്നിട്ട് പറയും, എനിക്ക് ഗുവേനെ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയെങ്കിലും ചെയ്യിക്കണം എന്ന്. അപ്പോൾ നമ്മുടെ ഫൂപ്പയെ പറയും, അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും കൺവീൻസ് ആവുന്ന ടൈപ്പല്ല, അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ എന്ന്. എന്നാൽ നമ്മളുടെ മോമോ പറയും, അതൊന്നും പറ്റത്തില്ല, ഞാൻ എന്തൊക്കെയായിരുന്നാലും അത് ചെയ്യിപ്പിച്ചിരിക്കൂ എന്ന്. അങ്ങനെ രണ്ടുപേരോട് ചേർന്നിട്ട് നേരെ വരുന്ന നമ്മളുടെ ഗുവയുടെ ആ ലാബിലായിട്ടാണ്. അവനവിടെ എന്തോ ഒരു ലേസറിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുമായിരുന്നു. നമ്മുടെ മോമോയാണെങ്കിൽ അവിടെ വന്നിട്ട് ഗുവ എടുത്ത് പറയും, ഞാൻ നിന്റെ പ്രൊഫസറിനെ കണ്ടായിരുന്നു, അയാൾ
എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ആർക്കും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്, നിന്നെ കൊണ്ട് തീരെ പറ്റത്തില്ല എന്നും പറഞ്ഞു. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവയ്ക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ഈഗോ അടിക്കും. അവൻ പറയും ഞാനിത് സോൾവ് ചെയ്ത് കാണിക്കാം എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കുറച്ച് ടൈം എടുക്കുമെങ്കിലും അവസാനം അവൻ നല്ല കൃത്യമായിട്ട് അതെല്ലാം സോൾവ് ചെയ്യും. അങ്ങനെ ഇവർ 3 പേരും കൂടി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വരും. ഇവിടെ നമ്മളുടെ ഫൂപ്പെ എപ്പോഴും ഫോണിൽ കളി തന്നെ. ഇത് കാണുന്ന നമ്മുടെ മോമോയ്ക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അവൾ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ അവിടെയായിട്ട് ഗുവയുടെ ആ സാറില്ലേ അയാൾ കയറി വരും. വന്നിട്ട് ചോദിക്കും, ആഹാ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും കൂടി ഇവിടെ ഇരിക്കുകയാണോ, അവളെ നീ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോവാനായിട്ടിരുങ്ങും. ഇവരാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചും കൊടുക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഫൂപ്പെ ഭയങ്കര ഷോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവർ 3 പേരും കൂടി ഒരുമിച്ച് നടക്കുന്നയാ. അവിടെ നമ്മളുടെ മോമയാണെങ്കിൽ ഫൂപ്പേനെ ഓരോന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഫൂപ്പയ്ക്ക് ഇതൊക്കെ കേൾക്കുന്ന അങ്ങ് ഒരുമാതിരിയാവും. അവസാനം നമ്മളുടെ മോമയാണെങ്കിൽ അവളുടെ ആ ഹോസ്റ്റലിലായിട്ട് കയറി അങ്ങ് പോവും. അവിടെയാണെങ്കിൽ ഫൂപ്പയെ നമ്മളുടെ ഗുവയെടുത്ത് ചോദിക്കും, അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഡേറ്റിന് പോയതാണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഗുവ അവിടെ സത്യമെല്ലാം തുറന്നു പറയും. അപ്പോഴാണെങ്കിൽ അവൻ ചോദിക്കും, നിനക്കാണെങ്കിൽ മോമോ എടുത്ത് നിന്റെ ഫീലിങ്സ് തുറന്നു പറഞ്ഞൂടെ. അപ്പോൾ അവൻ പറയും അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഗുവയെ പറയും, അങ്ങനെയാണെങ്കിൽ നീ അവളെ അത് പറഞ്ഞ് മനസ്സിലാക്കണോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോകും. ആ സമയത്ത് നമുക്ക് ഫൂപ്പയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള ഒരു സീൻ കാണിക്കും. അതായത് പണ്ടാണെങ്കിൽ ഇവൻ ക്ലാസ്സിലുള്ള പെൺപിള്ളേരെയൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മോമോനെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയായിരുന്നു. ഇതറിഞ്ഞിട്ട് മോമോ അവനോട് മിണ്ടാതെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രസന്റ് ടൈമിൽ നമ്മുടെ ഫൂപ്പ അതെല്ലാം ഇരുന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ മോമോ കടന്നുറങ്ങാൻ നേരത്ത് അവളുടെ ഫ്രണ്ട് വന്നിട്ട് പറയുന്നത് നിന്റെ ഫോൺ കടന്ന് അടിക്കുന്നു എന്ന്. അങ്ങനെ മോമോ ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് അവളിപ്പോൾ റീസെന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ആ ഇന്റർവ്യൂ ഇല്ലേ, അതിനകത്ത് അവൾക്ക് ജോലി സെറ്റായി എന്ന് അവളുടെ അടുത്ത് ഇന്ന് തന്നെ അവളോട് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മുടെ മോമോയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പുറത്തായിട്ട് നമ്മളുടെ ഫൂപ്പ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ. അവിടെയായിട്ട് അവളുടെ ഫ്രണ്ട് ആദ്യമേ ഇറങ്ങി വരുന്നേ. അപ്പോൾ അവളുടെ അടുത്ത് നമ്മളുടെ ഫൂപ്പ അവൾ എന്തെന്ന് ചോദിക്കും. അപ്പോൾ അവള് പറയും അവളിപ്പോൾ പുറകെ വരുന്നുണ്ട് എന്ന്. അങ്ങനെ നമ്മളുടെ മോമോ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഫൂപ്പിനെ കണ്ട ഉടനെ ചോദിക്കുന്നത് തന്നെ ഇന്നലെ രാത്രി ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ എന്നാ. എന്നാൽ നമ്മുടെ ഫൂപ്പയാണെങ്കിൽ പറയും നീ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവൻ കള്ളം പറയും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഓരോരോ ആക്ഷൻസ് ഒക്കെ കാണിക്കാനും തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഗുവൈനെയാണ്. അവനാണെങ്കിൽ നേരെ വന്നിരിക്കുന്ന തന്നെ ആ പ്രൊഫസറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അയാളാണെങ്കിൽ പറയും ഞാനാണെങ്കിൽ ഈ എക്സാം നടത്തിയതിൽ 2 പേര് മാത്രമേ എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസേഴ്സ് ചെയ്തിട്ടുള്ളൂ. അവരെ 2 പേരെ ഞാൻ എടുക്കാനും തീരുമാനിച്ചു. അതിനകത്ത് ഒരാൾ നീയാണ് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഗുവയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവൻ അങ്ങനെ ആ ക്ലാസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മോമയാണെങ്കിൽ അവളുടെ ആ കമ്പനിയിലായിട്ട് വന്നിട്ട് സംസാരിക്കുന്നയാ. അവർ പറയും നീ വേഗം തന്നെ ഇവിടെ ജോയിൻ ചെയ്യണേ എന്ന്. നമ്മളുടെ മോമ ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് അവളുടെ കോളേജിലെ ക്യാൻറ്റീനിലായിട്ടാണ്. അവൾ ഫുഡെല്ലാം വാങ്ങിയിട്ട് വരാൻ നേരത്ത് അവളുടെ അമ്മ അവളെ കോൾ ചെയ്യും. മോമ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയും. അതായത് അവൾക്ക് ഇങ്ങനൊരു ജോലി കിട്ടിയ കാര്യമൊക്കെ. അവളുടെ അമ്മയ്ക്കാണെങ്കിൽ അറിയായിരുന്നു ഈ കിട്ടിയ സ്ഥലം കുറച്ച് ദൂരെയാ എന്ന്. അപ്പോൾ അവർ പറയും അങ്ങനെയാണെങ്കിൽ നീ നമ്മളുടെ വീട്ടിലോട്ട് വാ, ഇവിടെ വന്നിട്ട് ജോലിക്ക് പോയാൽ മതി. ഇത് കേൾക്കുന്നേ മോമോയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അവളാണെങ്കിൽ ഫുഡും പിടിച്ചുകൊണ്ട് നടന്നു വരുന്നത് നമ്മളുടെ ഗുവൈനെ ഇടിക്കാൻ വേണ്ടിയിട്ട് വരും. അവൻ വേഗം തന്നെ അവളുടെ ആ പാത്രം കയറി പിടിച്ചിട്ട് നല്ലതുപോലെ ആക്കിയിട്ട് അവൻ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നടന്നു പോകും. ഇത് കാണുന്നേ നമ്മളുടെ മോമോ ഭയങ്കര ഷോക്കായിട്ട് അവനെ തന്നെ നോക്കി നിൽക്കും. അതേസമയം തന്നെ അവളുടെ അമ്മയാണെങ്കിൽ പറയും അല്ലേ ഒരു കാര്യമുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നീ വേണമെങ്കിൽ അവിടെ നിന്നോ, അവിടെ നിന്നിട്ട് നീ ജോബിന് പോയിട്ടൊക്കെ വന്നാൽ മതിയെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മോമോ അതങ്ങ് സമ്മതിക്കും. അത് ആരുടെ വീടാണെന്നോ അവിടെ ആരാണുള്ളതെന്നോ എന്നുള്ള കാര്യമൊന്നും അവൾ തിരക്കത്തില്ല. അവിടെ നമ്മളുടെ മോമയാണെങ്കിൽ കോള് കട്ട് ചെയ്തിട്ട് നോക്കുന്നത് നമ്മളുടെ ഗുവൈനെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ മോമയാണെങ്കിൽ അവളുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തായിട്ട് വരുന്നതാണ്. അവൾ അങ്ങനെ ട്രെയിനിങ് ഒക്കെ നല്ല കാര്യമായിട്ട് അറ്റൻഡ് ചെയ്യും. അങ്ങനെ കുറേ ദിവസം പോവും. ഒരു ദിവസം അവൾ ബസ് കയറാൻ വരുന്നതും അവൾക്ക് ബസ് അങ്ങ് മിസ്സായി പോകും. അവളങ്ങനെ വേഗം തന്നെ വിളിക്കുന്ന അവളുടെ അമ്മേനെയാണ്. പെട്ടെന്ന് അമ്മയാണെങ്കിൽ പറയും മോളെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ, നീ അപ്പം അങ്ങോട്ട് ചെന്ന് നിൽക്കുക, ആ വീട്ടിൽ വേറെ ആരും താമസിക്കുന്നില്ല എന്ന്. അങ്ങനെ നമ്മളുടെ മോമയാണെങ്കിൽ നേരെ ആ വീട്ടിലോട്ട് ചെല്ലും. ആ വീടാണെങ്കിൽ ഭയങ്കര അഴുക്ക് പിടിച്ച് കിടക്കുമായിരുന്നു. അവളങ്ങനെ എല്ലായിടത്തും വൃത്തിയാക്കാനൊക്കെ തുടങ്ങും. അവളുടെ ഇഷ്ടപ്രകാരം തന്നെ ഡെക്കറേഷൻസും ചെയ്യും. അവിടെയായിട്ട് ഒരു ഫുട്ബോൾ കണക്കത്തെ സംഭവം ഉണ്ടായിരുന്നു. അതിനകത്ത് FP എന്ന് എഴുതിയിട്ടുണ്ട്. അവളതെല്ലാം നോക്കും. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ പോകുന്നത് ലൈബ്രറിയിൽ ചെന്നിട്ട് ഡെക്കറേഷൻസിൻ്റെ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് അവിടെ നമ്മളുടെ ഗുവയും ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഫോർച്യൂൺ ടെല്ലറിൻ്റെ ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെ കാണുന്നത് നമ്മളുടെ മോമോ വന്നിട്ട് അവരുടെ അടുത്ത് പറയും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ ഹോസ്റ്റലിലല്ല താമസിക്കുന്നത്, വേറൊരു വീട്ടിലാണ്. ആ വീട് ഭയങ്കര അലങ്കോലമായിട്ടാണ് കിടന്നത്. ആദ്യമൊക്കെ ഒരു പ്രേതാലയം പോലെ ആയിരുന്നു. അതിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബുക്ക് തപ്പി നടക്കുക എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഗുവയാണെങ്കിൽ
വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അവനാണെങ്കിൽ നോക്കുമ്പോൾ ഒരുമാതിരത്തെ സ്മെല്ല് വരുന്നുണ്ട്. നോക്കുമ്പോൾ അത് വരുന്നത് നമ്മുടെ മോമോയുടെ അടുത്തുനിന്ന് തന്നെ. അവനിങ്ങനെ ഒരുമാതിരി നോക്കുന്നതാണെന്നേ നമ്മളുടെ മോമോ പറയാനായിട്ട് തുടങ്ങും. എൻ്റെ അടുത്ത് നിന്നാണ് സ്മെല്ല് വരുന്നത്. അത് ഞാൻ ഇന്ന് ഒരു പ്രത്യേകതരം ന്യൂഡിൽസ് കഴിച്ചായിരുന്നു, അതുകൊണ്ടായിരിക്കും സ്മെല്ല് വരുന്നേ എന്ന്. ഇവിടെ നമ്മളുടെ ഗുവയ്ക്കാണെങ്കിൽ ആ നൂഡിൽസ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ മോമോനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മോമോ അവളുടെ വീട്ടിലായിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണെങ്കിൽ അവളുടെ അമ്മ വിളിച്ചിട്ട് പറയും, ആൻറ്റി ജോയുടെ കുട്ടിയാണെങ്കിൽ അവളോട്ട് വരുന്നുണ്ട്, വീടൊക്കെ നന്നായിട്ട് കിടക്കുമല്ലേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മോമോ അതെ എന്ന് പറയും. സത്യത്തിൽ ആ വീടാണെങ്കിൽ മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. മോമോയാണെങ്കിൽ ആ കുട്ടി വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് ആ റൈസ് നൂഡിൽസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ പ്രേതത്തിൻ്റെ സിനിമയെ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ കറണ്ടും പോവും. അവിടെയായിട്ടാണെങ്കിൽ ഒരാളിങ്ങനെ കയറി വരും. ഇയാളെ കാണുന്നേ നമ്മളുടെ മോമോ ഭയങ്കരമായിട്ടങ്ങ് പേടിച്ചുമായിരുന്നു. അവൾ അവിടെ കിടന്ന് നിലവിളിക്കും. ഈ ആൻറ്റി ജോയുടെ കുട്ടി എന്ന് പറഞ്ഞ വേറെ ആരുമല്ല, നമ്മളുടെ ഗുവൈ തന്നെ ആയിരുന്നു. ഇവനെ കാണുന്ന അവൾ ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോവും. ഗുവയ്ക്കാണെങ്കിൽ ഇവളെ കാണുന്ന ഓർമ്മ വരുന്നേ അവൾ തൊട്ട് മുന്നേ ആ വീടിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടല്ലേ അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. അവൻ അതിനെ പറ്റിയൊക്കെ സംസാരിക്കും. പോരാത്തതിന് ആ വീടിൻ്റെ അവസ്ഥയും ഭയങ്കര മോശമായിരുന്നു. അതും ഫുൾ അലങ്കോലായി കിടക്കുമായിരുന്നു. അവനാണെങ്കിൽ പറയും, മര്യാദയ്ക്ക് ഈ വീടൊക്കെ വൃത്തിയാക്കിക്കോണോ എന്ന്. അവിടെയാണെങ്കിൽ നമ്മളുടെ മോമോ ഇന്നേഴ്സ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. അവളവിടെ ഷീറ്റും ചൂടിയാണ് നിൽക്കുന്നത്. അവൻ അവളുടെ അടുത്ത് പലതവണ പറയും, മര്യാദയ്ക്ക് ഇത് വൃത്തിയാക്കുക എന്ന്. അപ്പോൾ അവസാനം അവൾ പറയും, ഞാനിവിടെ ഒറ്റയ്ക്കല്ലായിരുന്നോ, അതുകൊണ്ട് ഞാൻ ഇന്നേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവൈ വേഗം തന്നെ അവൻ്റെ റൂമിലായിട്ട് ചെല്ലും. റൂമിൽ ചെല്ലുമ്പോൾ റൂം മൊത്തത്തിൽ അലങ്കോലായിട്ട് കിടക്കുകയാണ്. അവസാനം നമ്മളുടെ മോമയാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് അവൾ അവിടെ എല്ലാം വൃത്തിയാക്കാൻ തുടങ്ങും. ഗുവയും അവളുടെ കൂടെ തന്നെ വൃത്തിയാക്കാൻ കയറും. അവിടെയായിട്ട് നമ്മളുടെ മോമോ കഴിച്ച ആ റൈസ് നൂഡിൽസ് ഇല്ലേ, അതുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല സ്മെല്ല് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഗുവയുടെ ദേഹത്തും അതേപോലെ തന്നെ മോമോയുടെ ശരീരത്തിൽ നിന്നൊക്കെ ആ നാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗുവ പറയും, ഞാൻ ആദ്യമേ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മളുടെ മോമോ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ആ സമയത്താണ് നമ്മുടെ മോമോ ശ്രദ്ധിക്കുന്നത്. അതായത് അവൾ പുറത്താണെങ്കിൽ കുറച്ച് ഇന്നേഴ്സൊക്കെ ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ അതൊക്കെ എടുത്തിട്ട് വരും. അതേസമയം തന്നെ നമ്മുടെ ഗുവയാണെങ്കിൽ കുളിച്ചിട്ട് അവിടെ നോക്കാൻ നേരത്ത് അവിടുത്തെ ബാസ്ക്കറ്റിലായിട്ട് എന്തോ ഒരു സംഭവം ഇരിക്കുമായിരുന്നു. അവൻ വേഗം തന്നെ മോമോയുടെ ബ്രഷ് എടുത്തിട്ട് അതൊന്ന് തൊട്ട് നോക്കും. അതും നമ്മളുടെ മോമോയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് തന്നെ ആയിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഗുവയങ്ങ് ഒരുമാതിരിയാവും. അവനങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് മോമോ എടുത്ത് വയ്ക്കും, നിനക്ക് ആകപ്പാട് ഒരു ബ്രഷേ ഉള്ളൂ എന്ന്. അപ്പോൾ അവൾ പറയും, അതെ എന്ത് പറ്റി? അപ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് അവിടെ എന്നങ്ങ് പോവും. നമ്മുടെ മോമോ അകത്തേറി നോക്കുമ്പോഴേ മനസ്സിലാവുന്നേ അവളുടെ ആ അണ്ടർ ഗാർമെൻറ്റ്സിനകത്ത് കുത്തി വെച്ചേക്കുവാണ് അവൻ ആ ബ്രഷ്. ഇത് കാണുന്നേ മോമോയ്ക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. അവളങ്ങനെ ഫ്രഷായി പുറത്ത് വന്നിട്ട് ഇവൻ്റെ അടുത്ത് അതിനെപ്പറ്റി ഒന്നും മിണ്ടാൻ നിൽക്കത്തില്ല. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഗുവയാണെങ്കിൽ അവൻ്റെ കയ്യിലായിട്ട് ഒരു 10-12 ബ്രഷും പിടിച്ചുകൊണ്ട് നിൽക്കുക, അതും പല ബ്രാൻഡിലുള്ളത്. അങ്ങനെ നമ്മളുടെ മോമയാണെങ്കിൽ അതിനകത്തൊരു ബ്രഷ് അങ്ങ് ചൂസ് ചെയ്യും. എന്നിട്ട് അവൾ നേരെ അവളുടെ റൂമിലായിട്ട് വരും. വന്നിട്ട് അവൾ അവളുടെ അമ്മേനെയാണ് വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കും, ഇവിടെയാണെങ്കിൽ ഒരു ചെറുക്കനാ വരാൻ പോകുന്നതെന്നുള്ള കാര്യം അമ്മ എന്താ എൻ്റെ അടുത്ത് പറയാൻ, ഞാൻ നാളെ തന്നെ ഹോസ്റ്റലിലോട്ട് മാറുക എന്ന്. അപ്പോൾ അവളുടെ അമ്മ പറയും, ഗുവെ 2 ദിവസത്തിനുള്ളിൽ പോവും, നീ അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരേ എന്ന്. അതേസമയം തന്നെ ഗുവേനെ കാണിക്കും. അവനും അവൻ്റെ അമ്മേനെ വിളിച്ചിട്ടാ പരാതി പറയുന്നത്, ഇവിടെ ഒരു പെങ്കൊച്ചുള്ള കാര്യം എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറയാഞ്ഞ്, ഞാനാണെങ്കിൽ ആരുമില്ലെന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നത് എന്ന്. അപ്പോൾ അവൻ്റെ അമ്മയും പറയും, അവൾ നിന്നെ ശല്യമൊന്നും ചെയ്യുന്നില്ലല്ലോ, നിനക്ക് ഓൾറെഡി പെൺപിള്ളേരെ ഇഷ്ടമല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇത്ര നെർവസ് ആവുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവ അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ്. അവനാണെങ്കിൽ ഉറക്കം വരുന്നേ ഇല്ലായിരുന്നു. അവസാനം അവനാണെങ്കിൽ നമ്മുടെ മോമയുടെ റൂമിൽ വന്നിട്ട് പറയും, എനിക്ക് ഈ റൂം ചേഞ്ച് ചെയ്യണം, എനിക്ക് എൻ്റെ കട്ടിലിൽ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ എന്ന്. അവിടെ നമ്മുടെ മോമോ ആണെങ്കിൽ വയറ്റിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവൾക്ക് എന്തോ വയ്യായികയുണ്ട്. അവൾ പറയും, ഓക്കെ നമുക്ക് റൂം എക്സ്ചേഞ്ച് ആക്കാം എന്ന്. അവളുടെ വയ്യായിക കണ്ടിട്ട് വേഗം തന്നെ നമ്മളുടെ ഗുവയാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ട് അവനൊരു മരുന്നെടുത്ത് അവൾക്ക് കൊടുക്കും. അവൾ ആ മരുന്ന് കഴിക്കുന്നതും ആ സ്പോട്ടിൽ തന്നെ തല ഇറങ്ങി അങ്ങ് വീഴും. ഇത് കാണുന്നേയും ഗുവയെ ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. അവൻ വേഗം തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പറയും, ഞാനാണെങ്കിൽ ഒരാൾക്ക് ആക്സിഡൻ്റലി വിഷം കൊടുത്തു, വേഗം തന്നെ ഇവിടോട്ടൊരു ആംബുലൻസ് പറഞ്ഞു വിടണോ എന്ന്. അങ്ങനെ നമ്മുടെ ഗുവയാണെങ്കിൽ മോമോനെയും കൊണ്ട് വേഗം തന്നെ ഹോസ്പിറ്റലായിട്ട് വരും. അവിടെ അവളെ അഡ്മിറ്റ് ആക്കും. അവളെ നോക്കാൻ വേണ്ടിയിട്ട് വരുന്നത് മുന്നത്തെ അതേ ഡോക്ടർ തന്നെ ആയിരുന്നു. അയാളാണെങ്കിൽ കാരണം തിരക്കുമ്പോൾ നമ്മളുടെ ഗുവയാണെങ്കിൽ പറയും, ആക്സിഡൻ്റലി അവൻ പോയിസൺ കൊടുത്തു എന്ന്. ഇത് കേൾക്കുന്ന ആ ഡോക്ടർ ഭയങ്കരമായിട്ടും കിടന്ന് ചിരിക്കും. അയാളാണെങ്കിൽ പറയും, അവള് കൂടുതലായിട്ട് റൈസ് നൂഡിൽസ് കഴിച്ചായിരുന്നു, അതുകൊണ്ട് അവൾക്ക് വയറ്റിൽ ഗ്യാസ് കയറിയതാ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നങ്ങ് തിരിഞ്ഞു നടക്കും. അവിടെ അടുത്തായിട്ട് ഒരു പേരൻസ് കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ആണെങ്കിൽ ആ കുഞ്ഞിൻ്റെയും വയറ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനെ ആ ഡോക്ടർ പറയും, കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കിനി വീട്ടിൽ പോവാം എന്ന്. എന്നാൽ കുഞ്ഞിൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും. ഡോക്ടറിൻ്റെ കയ്യിൽ ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത് എറിയാനായിട്ട് തുടങ്ങും. ഇത് കാണുന്നേ നമ്മളുടെ ഗുവയാണെങ്കിൽ പേടിച്ചിട്ട് മോമോയുടെ ദേഹത്തൊന്ന്
വീടരുതെന്നും പറഞ്ഞ് അവളെ കവർ ചെയ്തങ്ങ് പിടിക്കും. അതേസമയം തന്നെ നമ്മുടെ മോമോയും കണ്ണു ഉറക്കും. അവളാണെങ്കിൽ നമ്മുടെ ഗൂവേനെ നല്ല ക്ലോസപ്പിൽ നല്ല കിടിലമായിട്ട് ഇങ്ങനെ നോക്കി കാണും. അവൾ നല്ലതുപോലെ ഷോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമുക്ക് പാസ്റ്റിലുള്ളൊരു സീനാണ്. നമ്മുടെ ഗുവയാണെങ്കിൽ ഹോസ്റ്റലായിട്ട് വന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ചേർന്നിട്ട് അവനൊരു പാർട്ടി അറേഞ്ച് ചെയ്യും. എന്താന്ന് വെച്ചാൽ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ഈ ഫൂപ്പയാണെങ്കിൽ അവനൊരു ഫുട്ബോൾ ഗിഫ്റ്റ് ചെയ്യും. അതിനകത്താണ് FP എന്ന് എഴുതിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മളുടെ ഗുവയാണെങ്കിൽ കണ്ണു തുറക്കാൻ നേരത്ത് മോമോ കിടക്കുന്ന കണ്ടിട്ട് അവളെ നേരെ കിടത്തിയിട്ട് അവൻ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അതേസമയം തന്നെ നമ്മളുടെ ഫൂപ്പയാണെങ്കിൽ അവനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും നീ എവിടെയാ എന്ന്. അപ്പോൾ നമ്മളുടെ ഗുവെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. മോമോയ്ക്ക് സുഖമില്ല, അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നേക്കുമോ എന്ന്. അങ്ങനെ ഫൂപ്പയെ വേഗം തന്നെ അഡ്രസ്സൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവളോട് വരാൻ വേണ്ടിയിട്ട് റെഡിയാവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗുവയാണെങ്കിൽ മോമോയ്ക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നതാണ്. അവനാണെങ്കിൽ ഇപ്പോൾ കഞ്ഞി പോലത്തെ സംഭവം വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്. മോമോയ്ക്കാണെങ്കിൽ അത് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ നമ്മുടെ ഫൂപ്പയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ച് അവളെ കൊണ്ട് അത് കഴിപ്പിക്കും. അവനങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരുന്നതും അവിടെയായിട്ട് ഫൂപ്പ ഇരിക്കുമായിരുന്നു. അവനാണെങ്കിൽ വന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും നിനക്കിത് എന്ത് പറ്റിയതാ, നീ ആണെങ്കിൽ എങ്ങനെയാണ് ഗുവയിനെ കണ്ടത് എന്ന്. അവളാണെങ്കിൽ അവിടെ പറയും അത് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരാൻ നേരത്ത് വഴിയിൽ വെച്ചിട്ട് അവനെ കണ്ടേന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഫൂപ്പ അതങ്ങ് വിശ്വസിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഫൂപ്പയും മോമോയും കൂടി ഡിസ്ചാർജ് പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. അതേസമയം തന്നെ നമ്മളുടെ ഗുവയാണെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. ഡോക്ടറാണെങ്കിൽ നമ്മുടെ മോമോനെ കണ്ടിട്ട് പറയും എന്തായിരുന്നാലും നീ നല്ലതുപോലെ കെയർ ചെയ്യണം. ഇനി ഒരു തവണയും കൂടി നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്റെ ബോയ് ഫ്രണ്ടിന് സഹിക്കാൻ പറ്റത്തില്ല. അവനിവിടെ പ്രാന്ത് പിടിച്ചതുപോലെ ഓടുന്നത്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഫൂപ്പയാണെങ്കിൽ അങ്ങ് ഞെട്ടിപ്പോവും. അവനിങ്ങനെ നോക്കുന്നത് നമ്മളുടെ മോമയാണെങ്കിൽ അവരുടെ അടുത്ത് പറയും ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, നീ കാര്യമായിട്ട് എടുക്കണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന 3 പേര് കൂടി കാറിനകത്തായിട്ട് പോകുന്നതാണ്. അവിടെയാണെങ്കിൽ ഫൂപ്പയെ നമ്മളുടെ ഈ ഗുവയെടുത്തും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. ഡോക്ടർ എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു തന്നു. എന്നാൽ ഇവിടെ ഗുവയും അതേ സെയിം ആൻസർ തന്നെ കൊടുക്കുന്നത്. ഇത് കേൾക്കുന്നേ ഫൂപ്പയ്ക്ക് സമാധാനവും. അങ്ങനെ അവനാണെങ്കിൽ നമ്മളുടെ മോമോനെയും കൊണ്ട് നേരെ വരുന്നത് അവളുടെ ഹോസ്റ്റലിനായിട്ടാണ്. അവിടെയാണെങ്കിൽ അവൻ അവളെ അങ്ങ് കയറ്റി വിടും. അതേസമയം തന്നെ നമ്മളുടെ മോമോയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വേറൊരു പെണ്ണില്ലേ അവളിങ്ങനെ നടന്നു വരുന്നതാണ്. അവളാണെങ്കിൽ ഫൂപ്പേനെ കണ്ടിട്ട് ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുക എന്ന്. അപ്പോൾ അവൻ പറയും അത് ഞാൻ മോമോനെ കൊണ്ടാക്കാൻ വന്നതാ എന്ന്. അപ്പോൾ അവൾ പറയും അതിന് മോമോ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത്. ഉടനെ തന്നെ നമ്മളുടെ ഫൂപ്പയെ പറയും ഞാൻ ഇപ്പോഴേ അവളെ അങ്ങോട്ട് ആക്കിയത് എന്ന്. അപ്പോൾ അവളാണെങ്കിൽ ഒന്നും പറയാണ്ടങ്ങ് കയറിപ്പോവും. ഇവിടെ നമ്മളുടെ ഫൂപ്പയെ വീണ്ടും ഷോക്കായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഇക്കാര്യവും അറിഞ്ഞിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവയുടെ പ്രൊഫസറിനെയാണ്. അയാളെ കാണാൻ വേണ്ടിയിട്ട് ഗുവയുടെ കൂടെ തന്നെ ഉള്ളൊരു ചെറുക്കൻ വരും. അവനാണെങ്കിൽ സാറിൻ്റെ അടുത്ത് പറയും എൻ്റെ പേപ്പറിനകത്താണെങ്കിൽ ഒരുപാട് ആൻസേഴ്സ് ഒക്കെ തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. സീനിയർ നോക്കിയ ആൻസറും തെറ്റാണെന്ന് പറഞ്ഞിട്ട് പെൻസിലിൽ ആരോ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇത് കാണുന്നതും പെട്ടെന്ന് തന്നെ സാറ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവിടെയായിട്ട് അവൻ്റെ ആ സീനിയറും വരും. അവളും ഇത് കണ്ട് നല്ലതുപോലെ ഞെട്ടിപ്പോയായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ ഗുവേ വരും. അവനാണെങ്കിൽ അവൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് അവിടെയായിട്ട് പറയും അതായത് നിൻ്റെ ആൻസർ ഷീറ്റിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റായിരുന്നു, അതെല്ലാം ഞാൻ പെൻസിൽ വെച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇത് കാണുന്ന അവിടെ നിന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗുവയാണെങ്കിൽ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതാണ്. അവൻ്റെ ഹോസ്റ്റലിൽ നിന്ന് അവൻ ആ വീട്ടിലോട്ട് മാറാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ മോമയാണെങ്കിൽ അവന് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും നിൻ്റെ റൂമിൻ്റെ കീസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിനക്ക് തരാം എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ മോമയാണെങ്കിൽ ഇപ്പോൾ ആ വീട് മാറി അവൾ ഹോസ്റ്റലിലോട്ട് തന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. എന്നാൽ നമ്മളുടെ ഗുവയാണെങ്കിൽ അവൾക്ക് മനഃപൂർവ്വം റിപ്ലൈ കൊടുക്കത്തില്ല. അവസാനം അവനാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ മോമോനെ കോൾ ചെയ്യും. എന്നിട്ട് പറയും നീ പുറത്തോട്ട് ഇറങ്ങി വാ എന്ന്. അങ്ങനെ 2 പേരോട് പുറത്തോട്ട് വരും. അവിടെ നമ്മളുടെ ഗുവെ പറയും നീ എൻ്റെ കൂടെ അവിടെ തന്നെ നിന്നോ, എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന്. അങ്ങനെ 2 പേരോട് ഒരുമിച്ച് ആ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. എന്നാൽ ഇവർ പോകാൻ വേണ്ടിയിട്ട് നടക്കുന്നതും അവിടെയായിട്ട് നമ്മളുടെ ഫൂപ്പ ഇത് കാണും. അവൻ അങ്ങനെ ഇവരെ 2 പേരെ സീക്രട്ട് ഫോളോ ചെയ്യും. അവൻ വന്ന് നോക്കുമ്പോൾ എന്തുവാ 2 പേരോട് ഒരുമിച്ചാണ് ഒരു വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. ഇത് കാണുന്നത് നമ്മളുടെ ഫൂപ്പയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് ഒരുമാതിരിയാവും. അവനാണെങ്കിൽ ആ ഡ്രൈവറിൻ്റെ അടുത്ത് പറയും എന്നെ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും കൊണ്ടുപോകുമെന്ന്. എന്നാൽ ആ ഡ്രൈവറാണെങ്കിൽ ഇവനെ ഉപദേശിക്കും. എന്നിട്ട് പറയും ഞാൻ എൻ്റെ ലൈഫിൽ പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ ഫൂപ്പയാണെങ്കിൽ പറയും എങ്കിൽ പിന്നെ എന്നെ തിരിച്ച് ആ സ്ഥലത്ത് തന്നെ കൊണ്ടാക്കിയാൽ മതിയെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മോമോനെയാണ്. അവളാണെങ്കിൽ അവളുടെ ആ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട് ഒരുങ്ങുന്നത്. നമ്മുടെ ഗുവയാണെങ്കിൽ മോമോനെ തടയാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അവിടെയാണെങ്കിൽ നമ്മുടെ മോമോ പറയും നീ ഭയങ്കര മോശമാണ്, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയാൽ മാത്രമേ നീ നേരെ ആവത്തോളെന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവളുടെ കൈ കിട്ടി ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് അത് കഴുകാൻ വേണ്ടിയിട്ട് പോകും. അവളാണെങ്കിൽ അത് വിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഗുവേനെ വിളിച്ചിട്ട് പറയും എനിക്കൊരു സഹായം വേണം, എനിക്കിത് കുടയാൻ വേണ്ടിയിട്ട് നിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന്. അങ്ങനെ ഗുവയാണെങ്കിൽ സഹായിക്കാൻ വരും. എന്നാൽ നമ്മളുടെ മോമയാണെങ്കിൽ അതൊന്ന് അയച്ചു
വിടുമെന്ന് പറയുന്നത്. അവനാണെങ്കിൽ അതിൻ്റെ പിടി അങ്ങ് വിട്ടിട്ട് നല്ലപോലെ ഊക്കിനങ്ങ് ആക്കി കൊടുക്കും. ആ ഷീറ്റാണെങ്കിൽ തെറിച്ചു പോയി അവിടുത്തെ ഒരു മരത്തിൻ്റെ ചില്ലയിലായിട്ട് വീഴും. ഇത് കാണുന്നത് മോമോ ചോദിക്കും, നീ എന്തിനാ ഇപ്പം ഇങ്ങനെ കാണിച്ചേന്ന്. അപ്പോൾ നമ്മളുടെ ഗുവയെ പറയും, ഞാൻ വിചാരിച്ചു നീ എന്നെ അടിക്കാൻ വരുവാ എന്ന്. അങ്ങനെ നമ്മുടെ മോമയാണെങ്കിൽ അവിടെ ഇരുന്നൊരു വടി എടുത്തിട്ട് ഗുവ എടുത്ത് പറയും, മര്യാദയ്ക്ക് എൻ്റെ കൂടെ താഴെ വന്നോ, അത് മര്യാദയ്ക്ക് എടുത്ത് തന്നോണോ എന്ന്. അങ്ങനെ അവൾ അവനെയും കൊണ്ട് താഴോട്ട് വരും. എന്നിട്ട് അവൻ്റെ അടുത്താണെങ്കിൽ ആ കമ്പും കൊടുത്തിട്ട് ആ ഷീറ്റാണെങ്കിൽ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറയും. നമ്മളുടെ ഗുവയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ അത് പറ്റത്തില്ല. എന്നാൽ നമ്മുടെ മോമോ പറയും, നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനെ നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്യും. അവസാനം നമ്മളുടെ ഗുവയാണെങ്കിൽ ഒറ്റ ചാട്ടത്തിൽ ആ ഷീറ്റങ്ങ് കുത്തിയെടുക്കും. എന്നാൽ അത് കറക്റ്റ് നമ്മളുടെ മോമയുടെ തലയുടെ മുകളിൽ കൂടെ വന്ന് വീഴുന്നത്. അങ്ങനെ അവനാണെങ്കിൽ ആ ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്, മോമയാണെങ്കിൽ അവൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കും. ഇവർ രണ്ടുപേരും പരസ്പരം മുഖം നോക്കി നിൽക്കുമായിരുന്നു. അതേസമയം തന്നെ അവരൊരു കാര്യം ശ്രദ്ധിക്കും, അതായത് തൊട്ടടുത്ത് കിടക്കുന്ന കാറിനകത്തിരുന്നിട്ട് നമ്മളുടെ ഫൂപ്പെ ഇതെല്ലാം നോക്കി കാണുമായിരുന്നു. ഇത് കാണുന്നതും രണ്ടുപേരും ഭയങ്കര ഷോക്കായി പോവും. അങ്ങനെ രണ്ടുപേരോട് ചേർന്നിട്ട് ഫൂപ്പേനെ അവരുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. ഫൂപ്പയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നെങ്കിൽ അവനാണെങ്കിൽ ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. അവൻ വിചാരിച്ചു വെച്ചേക്കുന്ന നമ്മളുടെ മോമോയും അതേപോലെ തന്നെ ഗുവയും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ലിവിങ് റിലേഷൻഷിപ്പിലാണ് എന്ന്. അവൻ അതുകൊണ്ട് വലുതായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കത്തില്ല. അവൻ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന്. അവരാണെങ്കിൽ നമ്മുടെ മോമോനെ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങും. മോമോയും ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. അപ്പം മോമോ എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കും, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേരുടെ ഇടയിൽ എന്താ ബന്ധം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഫൂപ്പയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര മൂഡ് ഔട്ടായിട്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോവും. മോമോയും ഭയങ്കര വിഷമത്തിലായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മളുടെ ഗുവയ്ക്ക് മനസ്സിലാവും, അതായത് മോമോയ്ക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടമാ എന്ന്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവളെ തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മുടെ മോമോയാണെങ്കിൽ വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അവൾ പറയും, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ബെഡ്ഷീറ്റ് എടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ബാത്റൂമിലോട്ട് കയറിപ്പോവും. എന്നാൽ അവിടെ വെച്ചിട്ട് അവളുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിയും. ഇത് കാണുന്നേ ഗുവയാണെങ്കിൽ വേഗം തന്നെ നമ്മളുടെ മോമോയുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കും, നിൻ്റെ കൈക്ക് എന്തെങ്കിലും പറ്റുമോ, ഞാൻ നിനക്ക് മരുന്ന് കൊണ്ട് തരാം എന്ന്. എന്നാൽ നമ്മുടെ മോമോ പറയും, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് മോമോ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെയല്ലേ നഷ്ടപ്പെടുത്തിയത്. അതേസമയം തന്നെ നമ്മളുടെ ഗുവയാണെങ്കിൽ പുറത്ത് പോയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ബാൻഡേജും കൂടെ തന്നെ അവൾക്കൊരു വാട്ടർ മെലനും വാങ്ങിച്ചിട്ട് വരും. അങ്ങനെ നമ്മളുടെ മോമയാണെങ്കിൽ ഇവൻ്റെ കൂടെ വന്നിരുന്ന് വാട്ടർ മെലൻ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഫൂപ്പേനെ കാണിക്കും. അവനും ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോമോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവനിപ്പോൾ നമ്മളുടെ മോമോനെ നഷ്ടപ്പെടുത്തിയില്ലേ, ആ ഒരു ഫീലിങ് അവന് നല്ലതുപോലെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മോമോയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവൾക്ക് പെട്ടെന്ന് തന്നെ അവളുടെ ഡ്യൂട്ടി സ്ഥലത്തുനിന്ന് കോൾ വരും. അവൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ മോമോ വേഗം തന്നെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് പോകും. അതേസമയം തന്നെ നമ്മുടെ ഗുവയാണെങ്കിൽ മോമോ കഴിച്ചുകൊണ്ടിരുന്ന ആ വാട്ടർ മെലനില്ലേ, അതിൽ നിന്ന് ഒരു സ്കൂപ്പ് എടുത്ത് കഴിച്ചിട്ട് അവനിരുന്ന് ചിരിക്കും. ഈ എപ്പിസോഡ് എവിടെ വെച്ച് അവസാനിക്കുന്നു? ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.